മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് വമ്പൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടിന് വഴിവെച്ച ഒന്നുകൂടിയായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം. തകർന്നടിഞ്ഞ കോൺഗ്രസ് എന്തിനെന്നെ ഉപേക്ഷിച്ചു, എന്തിനു എന്നോട് ഇത് ചെയ്തു. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തകർന്നു തരിപ്പണമായ ശിവസേന ഡ്യൂപ്ലിക്കേറ്റ് നേതാവ് ഉദ്ധവ് താക്കറെയുടെ നിലവിളിയാണ് ആദ്യ പാരഗ്രാഫിൽ. രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് പങ്കുവെച്ച പോസ്റ്റിലെ വാചകങ്ങളാണ് പറഞ്ഞത്. മഹാരാഷ്ട്രയുടെ ചരിത്രം എന്താണ് എന്നുള്ളത് അദ്ദേഹം വളരെ വിശദമായി തന്നെ അതിൽ പരാമർശിക്കുന്നുണ്ട്. കൂടാതെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ പ്രാദേശിക തിരഞ്ഞെടുപ്പും ആഘോഷിക്കുന്ന ഗതികേടിനെയും ഒപ്പം കോൺഗ്രസിന് കൊടുക്കുന്ന ഒരു നല്ല മറുപടി കൂടിയാണ് അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ്. എന്തായാലും നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വിലയിരുത്താം. പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: തകർന്നടിഞ്ഞ കോൺഗ്രസ്. 1960 മെയ് 1 മഹാരാഷ്ട്ര സംസ്ഥാനം രൂപം കൊള്ളുന്നത്. ഇന്ത്യയുടെ GDP-യിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് മഹാരാഷ്ട്രയാണ്, ഏകദേശം 13.31%. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ മഹാരാഷ്ട്രയിലാണ്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്, 48 എണ്ണം. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുള്ളത് മഹാരാഷ്ട്രയിൽ നിന്നാണ്, 19 എണ്ണം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും അവഗണിച്ച് കോൺഗ്രസിന്റെ പ്രാദേശിക തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുന്ന കേരള മാധ്യമങ്ങളുടെ ഗതികേട് ഓർത്തല്ല സങ്കടം, കോൺഗ്രസിന്റെ അവസ്ഥ ഓർത്താണ്. മഹാരാഷ്ട്ര സംസ്ഥാനം രൂപം കൊണ്ട 1960 മെയ് 1 മുതൽ 52 വർഷം കോൺഗ്രസ് ആണ് മഹാരാഷ്ട്ര സംസ്ഥാനം ഭരിച്ചത്. ബാക്കിയുള്ള ഏതാണ്ട് 12 വർഷം മാത്രമേ കോൺഗ്രസ് പാർട്ടി മഹാരാഷ്ട്രയുടെ ഭരണത്തിൽ നിന്ന് പുറത്തായിട്ടുള്ളൂ. മഹാരാഷ്ട്രയിൽ അത്ര ശക്തമായിരുന്നു കോൺഗ്രസ് പാർട്ടി. ആ പാർട്ടി എത്രത്തോളം ദുർബലമായി എന്ന് ഇന്നത്തെ തിരഞ്ഞെടുപ്പ് ഫലം, അതായത് കഴിഞ്ഞ ദിവസത്തെ തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ മതി. മഹാരാഷ്ട്ര നിയമസഭയിൽ ആകെയുള്ളത് 288 സീറ്റാണ്. അതിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത് വെറും 15 സീറ്റിൽ മാത്രമാണ്. ദുർബലമായിരുന്നിട്ടും 2019 മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 44 സീറ്റിൽ ജയിച്ചിരുന്നു എന്നോർക്കണം. 52 വർഷം മഹാരാഷ്ട്ര ഭരിച്ച കോൺഗ്രസ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കൂ. ജാർഖണ്ഡിലേക്ക് വന്നാൽ അവിടെ ജയിച്ചത് പ്രാദേശിക പാർട്ടിയാണ്. കോൺഗ്രസ് ആകെ ജയിച്ചത് 16 സീറ്റിൽ മാത്രമാണ്. പ്രാദേശിക പാർട്ടിയുടെ കനിവിൽ കിട്ടുന്ന സീറ്റുകൾ അല്ലാതെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് കർണാടകയിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ പോലും മുസ്ലിം ലീഗിന്റെയും SDPIയുടെയും പിന്തുണ ഇല്ലാതെ വിജയിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. ഇന്നത്തെ പാലക്കാട് തിരഞ്ഞെടുപ്പ് ഫലം തന്നെ ഏറ്റവും നല്ല ഉദാഹരണം. എന്നിട്ടാണ് കോൺഗ്രസ് വിജയം തേടി എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ആഘോഷിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 543 സീറ്റിൽ 99 എണ്ണത്തിൽ വിജയിച്ചപ്പോൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് ആഘോഷം നടത്തിയ ടീമുകളാണ്. ഈ അടുത്തടുത്ത് വരാൻ പോകുന്നത് ബീഹാർ, ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ്. സ്വാതന്ത്ര്യം നേടിയ ശേഷം ഈ സംസ്ഥാനങ്ങളെല്ലാം ഏതാണ്ട് 50 വർഷത്തോളം ഭരിച്ചത് കോൺഗ്രസ് ആണ്. ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. ഇനിയിപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് കോൺഗ്രസിന് തിരഞ്ഞെടുപ്പുകളിൽ എത്ര സീറ്റുകളിൽ വിജയം നേടി എന്നതല്ല, 50-60 വർഷം കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മത്സരിക്കാൻ സഖ്യകക്ഷികൾ എത്ര സീറ്റ് നൽകും എന്നതായിരിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ പോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തുടക്കം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. പോസ്റ്റിന്റെ പൂർണ്ണ രൂപം നോക്കാം. എന്തിനെന്നെ ഉപേക്ഷിച്ചു, എന്ത് എന്നോടിത് ചെയ്തു. എന്തിനെന്നെ ഉപേക്ഷിച്ചു, എന്തിനെ എന്നോടിത് ചെയ്തു. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തകർന്നു തരിപ്പണമായ ശിവസേന ഡ്യൂപ്ലിക്കേറ്റ് നേതാവ് ഉദ്ധവ് താക്കറെയുടെ നിലവിളിയാണ് ആദ്യ പാരഗ്രാഫിൽ. ആകെയുള്ള 288 സീറ്റിൽ ഉദ്ധവ് താക്കറെയുടെ ഡ്യൂപ്ലിക്കേറ്റ് ശിവസേന മത്സരിച്ചത് 91 സീറ്റുകളിലാണ്. വിജയിക്കാൻ കഴിഞ്ഞതോ വെറും 19 മാത്രം. മണ്ണിന്റെ മക്കൾ വാദവുമായി വന്ന് മറാത്ത വീര്യം പ്രസംഗിച്ച് മഹാരാഷ്ട്രയുടെ എല്ലാമെല്ലാമായി തീർന്ന, ഒരു കാലത്ത് മഹാരാഷ്ട്രയുടെ അവസാന വാക്കായിരുന്ന ബാൽ താക്കറെ എന്ന അതികായകന്റെ മകന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അധികാരമോഹവും കയ്യിലിരിപ്പും തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. ബാൽ താക്കറെ എന്ന ആൾ പ്രാദേശികവാദം ഉയർത്തിയാണ് മറാത്തികളുടെ മനസ്സ് കീഴടക്കിയത്. മുംബൈയിൽ ഉണ്ടായിരുന്ന ഉത്തരേന്ത്യക്കാരെയും ഗുജറാത്തികളെയും ദക്ഷിണ ഇന്ത്യക്കാരെയും എല്ലാം ശത്രുക്കളായി കണ്ട് അയാൾ വളർന്നു. ബാൽ താക്കറെ ചെയ്ത ഒരു നല്ല കാര്യം ഒരു കാലത്ത് മുംബൈ തുറമുഖത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് യൂണിയൻ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നതാണ്. അതാണ് പിന്നീടുള്ള മുംബൈയുടെ വികസന കുതിപ്പ്
അതിന് തുടക്കമായത്. അത്തരമൊരു നേതാവ് കൽക്കട്ടയിൽ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാവസായിക കേന്ദ്രമായിരുന്ന കൽക്കട്ടെ വ്യവസായികളുടെ ശവപ്പറമ്പായത്. ബാൽ താക്കറെയുടെ കാലത്ത്, പ്രത്യേകിച്ച് 1993 മുംബൈ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം ഹിന്ദുക്കളുടെ സംരക്ഷകൻ കൂടിയായിരുന്നു ബാൽ താക്കറെ. ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ശിവസേന എന്ന പാർട്ടിയുടെ സ്ഥാപകൻ കൂടിയായിരുന്നു ബാൽ താക്കറെ. ശിവസേന എന്നാൽ ഭഗവാൻ ശിവന്റെ സേന ആണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ശിവാജി മഹാരാജുമായി ബന്ധപ്പെട്ടാണ് ശിവസേന എന്ന പാർട്ടി രൂപീകൃതമായത്. ബാൽ താക്കറെയുടെ അവസാന കാലം മുതലേ ശിവസേനയിൽ അധികാര തർക്കവും കുടുംബ കലഹവുമായിരുന്നു. അധികാരമോഹം തലയ്ക്ക് പിടിച്ചു ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകാൻ BJP ബന്ധം ഉപേക്ഷിച്ച് അന്നുവരെ എതിർത്ത കോൺഗ്രസ് പാർട്ടിയിൽ പോയി സഖ്യം കൂടി. പിതാവായിരുന്ന ബാൽ താക്കറെ ഏറ്റവും കൂടുതൽ എതിർത്തത് കോൺഗ്രസിനെ ആയിരുന്നു എന്നോർക്കണം. കോൺഗ്രസുമായി സഖ്യം കൂടിയതോടെ ശിവസേനയുടെ ആശയങ്ങളെല്ലാം ഹിന്ദു വിരുദ്ധമായി. കോൺഗ്രസും NCP ഡ്യൂപ്ലിക്കേറ്റ് നേതാവ് ശരത് പവാറും പറയുന്നതനുസരിച്ചു തള്ളുന്ന ഒരു പാവയായി മാത്രം ഉദ്ധവ് താക്കറെ മാറി. ബാൽ താക്കറെയുടെ യഥാർത്ഥ അനുയായികൾ നട്ടെല്ല് ഉള്ളവരായതുകൊണ്ട് അവർ ഉദ്ധവിനെ പുറത്താക്കി ശിവസേന പാർട്ടി പിടിച്ചെടുത്തു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ യഥാർത്ഥ ശിവസേനയാണ് മഹാരാഷ്ട്രക്കാർ തിരഞ്ഞെടുത്തത്. ഉദ്ധവ് താക്കറെയെ കറിവേപ്പില പോലെ അവർ എടുത്തു കളഞ്ഞു. അധികാര കൊതി കൊണ്ട് പാർട്ടിയുടെ ആശയങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം മറന്ന് കോൺഗ്രസ് പോരിൽ പോയതിന് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ നൽകിയ ശിക്ഷയാണിത്. 2 വർഷം മുംബൈയിൽ ജീവിച്ചത് കൊണ്ടറിയാം, ശിവസേനയിലെ പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടിയെ മുസ്ലിം പാർട്ടിയായാണ് കരുതുന്നത്. ആ കോൺഗ്രസിനോട് ഉദ്ധവ് താക്കറെ കൂട്ടുകൂടിയപ്പോൾ യഥാർത്ഥ ശിവസേനക്കാർ ക്ഷമിക്കും എന്ന് കരുതിയോ? ശിവസേനയുടെ വോട്ടുകൾ എങ്ങും പോയിട്ടില്ല. യഥാർത്ഥ ശിവസേനയ്ക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇത്തവണയുണ്ട്. ശിവസേനയെ ചതിച്ച, ബാൽ താക്കറെയെ ചതിച്ച ഒരു അധികാരമോഹിക്ക് അർഹിക്കുന്ന മറുപടിയാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ നൽകിയത്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി പോയവർക്ക് കുറച്ചു നാളത്തേക്ക് വിജയിക്കുവാൻ കഴിഞ്ഞേക്കും. പക്ഷേ കാലം മറുപടി നൽകുക തന്നെ ചെയ്യും. എന്തിനെന്നോട് ഇത് ചെയ്തു എന്ന് മഹാരാഷ്ട്രയിലെ ജനങ്ങളോടല്ല ചോദിക്കേണ്ടത്, മറിച്ച് ഞാൻ എന്തിന് ബാൽ താക്കറെയും ശിവസേന എന്ന പാർട്ടിയെയും ലക്ഷക്കണക്കിന് പ്രവർത്തകരെയും വഞ്ചിച്ചു എന്ന് സ്വയം ചോദിക്കുകയാണ് വേണ്ടത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. എന്തായാലും ഇത് കോൺഗ്രസിനും ശിവസേനയ്ക്കുമൊക്കെ നൽകുന്ന ഒരു വലിയ മറുപടി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അത് പറയാതെ വയ്യ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.